അതിന്റെ പ്രോബ്ലം എങ്ങനെയാ നിന്നെ നെറ്റി പൊട്ടിയത്? ബാത്റൂമിൽ വീണാണെന്ന് കള്ളം പറയാൻ നിൽക്കണ്ട. അങ്ങനെയൊന്നും എവിടെയും വീഴുന്നവനല്ലേ നീ. അവള് മര്യാദക്ക് സത്യം പറഞ്ഞോ? വിഷ്ണുവിന്റെ ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ടതും ദത്തൻ അവനെന്ന് കൂർപ്പിച്ച് നോക്കി. നിനക്കിത് എന്താ വിഷ്ണു? ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. ഞാനെന്താ മനുഷ്യനല്ലേ? എനിക്ക് വീഴ്ചകളൊന്നും പറ്റില്ലേ? അതും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകാൻ തുടങ്ങിയ ദത്തന്റെ ഷർട്ടിൽ വിഷ്ണു പിടിച്ചു വലിച്ചു. സത്യം പറഞ്ഞിട്ട് പോയാൽ മതിടാ പുല്ലേ. വിഷ്ണു ദേഷ്യത്തോട് അവനോട് ചോദിച്ച ആ നിമിഷമാണ് സൈഡിലേക്ക് വലിഞ്ഞ അവന്റെ കോളറിന്റെ സൈഡിലൂടെ കഴുത്തിൽ പതിഞ്ഞിടക്കുന്ന നഖപ്പാടുകൾ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൻ സംശയത്തോടെ ദത്തനെ നോക്കിയതും അവന്റെ മുഖമാകെ വിളറി വെളുത്ത് നിൽക്കുകയായിരുന്നു. എന്താടാ ഇത്? നിന്നാരാ മാന്തിയത്? അവൻ സംശയത്തോടെ ചോദിച്ചു. അത് വിഷ്ണു, പിന്നെ അവന് എന്തു പറയുന്ന അറിയില്ലായിരുന്നു. താൻ തനുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് അവൾ തന്ന സമ്മാനാണെന്ന് പറഞ്ഞാൽ ഈ തെണ്ടിന്ന് തന്നെ നിർത്തി പൊരിക്കും. പറയാതെ ഇവൻ തന്നെ ഇന്ന് വിടുന്ന ലക്ഷണവും കാണുന്നില്ല. എന്ത് ചെയ്യും ഭഗവാനെ? അവൻ ഓർത്തുകൊണ്ട് അവൻ നോക്കി വിളിച്ച് കാണിച്ചു കൊടുത്തു. എന്താ ഇനി ഇതും നീ ബാത്റൂമിൽ വീണാണോ? വിഷ്ണു ഗൗരവത്തോടെ ചോദിച്ചു. ഇനി അവന്റെ മുമ്പിൽ പിടിച്ചെടുക്കാൻ കഴിയില്ലെന്ന് ദത്തന് മനസ്സിലായി. അവനൊരു നെടുവീർപ്പോടെ സെറ്റിലേക്ക് തന്നെ വന്നിരുന്നു. ശേഷം കഴിഞ്ഞ ദിവസം രാത്രി മുതലുള്ള സകല കാര്യങ്ങളും ആ വിഷ്ണുവിനോട് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞതും വിഷ്ണു ഒരു നിമിഷം അവനെ തന്നെ മിഴിച്ച് നോക്കിക്കൊണ്ടിരുന്നു. പതിയെ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. ശേഷം അതൊരു പൊട്ടിച്ചിരിയായി മാറി. അവന്റെ ആ കൊലച്ചിരി കണ്ടതും എവിടുന്നൊക്കെ അവന് പറഞ്ഞു കയറി. കിടന്ന് കിണിക്കുന്നത് ഇവിടെ ആരെങ്കിലും തുണിയില്ലാതെ നിൽക്കുന്നുണ്ടോ? അവൻ വിഷ്ണുവിനെ നോക്കി അലറിക്കൊണ്ട് ചോദിച്ചു. എടാ മോനെ, ഇതിലും പേര് നീ തുണിയില്ലാതെ നിൽക്കുന്നതായിരുന്നു. എന്റെ അമ്മേ, എനിക്ക് ചിരിക്കാൻ വയ്യ. അവൻ വീണ്ടും വയറും പൊത്തിന്ന് ചിരിക്കാൻ തുടങ്ങി. ദത്തൻ പല്ലടിച്ചുകൊണ്ട് അവന് നോക്കി പെരുവരുത്തു. എന്തായാലും എന്റെ പെങ്ങളെ വെച്ച ആളുകൊള്ള. നിനക്കിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ അവള് പണിയൊന്നല്ലോ. എനിക്കങ്ങ് സന്തോഷായി. വിഷ്ണു ചിരി അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ദത്തൻ അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചു. അവളെ എനിക്കിട്ട് പണിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചതിന്റെ ഇരട്ടി പണി കൊടുക്കാൻ എനിക്കും അറിയാം. കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അവൾക്ക് ഈ ദത്തൻ ആരാണെന്ന്. അവള് ശരിക്കും അറിയാൻ പോകുന്നേ ഉള്ളൂ. ദത്തൻ പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ചെന്ന് കയറി കൊടുക്ക്. ഇപ്പൊ ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. ഇനി നീ വല്ല പണി ഒപ്പിക്കാനായിട്ട് അവിടെ അയക്കിലങ്ങനെ ചെന്നാലേ അവള് ചിലപ്പോ പറഞ്ഞ പോലെ അടുക്കളയ്ക്ക് അമ്മിക്കല്ലെടുത്ത് നിന്നെ തലക്കിടും. അതുകൊണ്ട് പൊന്നുപോനെ ഒരു പൊടിക്ക് നീ ഒന്ന് അടങ്ങ്. വിഷ്ണു ദത്തനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ വിഷ്ണുവിനെ ദേഷ്യത്തോടെ നോക്കി. നീ എന്തെങ്കിലും നോക്കി പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഓരോന്ന് ഒപ്പിച്ചു വെക്കുമ്പോ ആലോചിക്കണം. വിഷ്ണു അവന്റെ അരികിലേക്കൊന്ന് അവന്റെ നെഞ്ചിലും തട്ടിക്കൊണ്ടൊരു കളിയാക്കലോടെ പറഞ്ഞു. പെട്ടെന്ന് ഒരലർച്ച അവിടെ ഉയർന്നു കേട്ടു. എന്താടാ? വിഷ്ണു ഞെട്ടിക്കൊണ്ട് അവനോട് ചോദിച്ചു. ദത്തൻ ദയനീയമായി അവനെ നോക്കി. വിഷ്ണു അവനെ നേരെ പിടിച്ചിരുത്തി അവന്റെ ഷർട്ടിന്റെ ബട്ടൺ അഴിച്ചു നോക്കി. നെഞ്ചിൽ വട്ടത്തിൽ കിടക്കുന്ന പല്ലിന്റെ പാട്. ഒരു നിമിഷം അവൻ കണ്ണുകൾ മിഴിച്ച് ദത്തനെ നോക്കി. അവൻ കണ്ണുകൾ കൊണ്ട് തനുവാണോ ഇത് ചെയ്തെന്ന് ചോദിച്ചു. വിഷ്ണു ചോദിച്ച പോലെ തന്നെ അവനൊന്ന് മൂളിയ ശേഷം കണ്ണുകൾ കൊണ്ട് മറുപടിയും പറഞ്ഞു. പൊട്ടി വന്ന് ചിരി അടക്കി പിടിക്കാനെന്ന വണ്ണം അവൻ ചുണ്ടുകൾ കൂട്ടി പിടിച്ചു. എന്നാലും ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല മോനെ. അവള് നിനക്ക് പറ്റിയ മുതൽ തന്നെയാണടാ. നിന്റെ കൂടെ കട്ടക്ക് പിടിച്ചെന്നോളൂ. വിഷ്ണു പറഞ്ഞു കേട്ടിട്ട് ദത്തൻ അവനൊന്ന് കൂർപ്പിച്ചു ഇങ്ങോട്ട് പുറത്തേക്ക് തന്റെ ക്യാബിന് നേർക്ക് നടന്നു. ഇപ്പോഴാ എനിക്കൊന്ന് സമാധാനമായത്. മോനെ ദത്ത, ഇനി നീ നന്നാവും. ഇല്ലെങ്കിൽ എന്റെ പെങ്ങൾ വെച്ച് നിന്നെ നന്നാക്കി എടുത്തോളും. അവൻ പോയ വഴിയെ നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് വിഷ്ണു തന്റെ ചെയറിലായി പോയിരുന്ന് തന്റെ ബാക്കി ജോലി ചെയ്യാൻ തുടങ്ങി. തന്റെ മുന്നിൽ വന്നിരുന്നു കൊണ്ട് ഒരു ആക്കിയ ചിരിയോടെ തന്നെ കളിയാക്കുന്നവനെ കാണുന്തോറും ദത്തനാകെ വിറഞ്ഞേറുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തെങ്കിലും മിണ്ടിപ്പോയാൽ അവന് ഇന്ന് തന്നെ വറുത്തൂരെന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ മൗനം പാലിച്ചു. ലഞ്ച് ബ്രേക്കിന് ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചു വന്ന ശേഷം ദത്തന്റെ ക്യാബിലേക്ക് കയറി വന്നായിരുന്നു വിഷ്ണു. ആ സമയം മുതൽ അവനെ ഓരോന്നും പറഞ്ഞ് കളിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അവൾ നിന്നെ പഞ്ഞിക്കിടുന്ന എനിക്കൊന്നും കാണാൻ പറ്റില്ലല്ലോടാ. കണ്ടിരുന്നെങ്കിൽ ഞാൻ അവൾക്കൊരു ഷെയ്ക്കാൻ കൊടുത്തേനെ. വിഷ്ണു വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. ദത്തന്റെ ടെമ്പർ തെറ്റി. എങ്കിലും അപ്പോഴാവും മൗനം പാലിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അല്ലേ ദത്ത, അവൾക്കിട്ട് പണി കൊടുക്കാൻ കൊണ്ടുവന്നിട്ട് ഇപ്പൊ പണികളൊന്നും നിനക്കാണല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു. അവളെ ഞാൻ വെറുതെ വിടില്ല. അവള് കരയണം. അവള് കരയുന്നുണ്ട് അവിടെ ചീറ്റ ചങ്കൂട്ടി ചാവണം. മലപ്പുറം കത്തി അമ്പും വില്ലും. അവസാനം പവനായി ശവമായി. കിട്ടിയ അവസരം നന്നായി മുതലെടുത്ത പോലെ വിഷ്ണു അവനെ വധിച്ചുകൊണ്ടിരുന്നു. അവസാനം ഇനിയും താൻ മൗനം പാലിച്ചാൽ അവൻ തന്നെ വാക്കിൽ കൊണ്ട് കൊന്നെടുക്കുന്ന മനസ്സിലായതും ദത്തൻ ചെയറിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ചേറ്റെ മിണ്ടാതിരുന്ന അവിടെ, ഇല്ലെങ്കിൽ നിന്നെ 32 പല്ലും അടിച്ച് ഞാൻ താഴെയിടും. ദത്തന്റെ നാവിൽ നിന്ന് വികട സരസ്വതി വിളയാടിയതും വിഷ്ണു തന്റെ വായക്ക് സിബിട്ടു. പല്ലുപോയ കാണാൻ മഹാവൃത്തിയാടാ, വിഷ്ണു ഓർത്തു.
ദത്തൻ അസ്വസ്ഥതയോടെ ചൂണ്ടുവിരലാൽ തന്നെ നെറ്റി തടവിക്കൊണ്ട് ഹെഡ് ഡ്രസ്സിലേക്ക് തലചാരിയിരുന്നു. അവന്റെ മുഖഭാഗത്തിൽ നിന്ന് തന്നെ തനുവായിട്ടുള്ള പ്രശ്നം മാത്രമല്ല അവനെ അസ്വസ്ഥപ്പെടുത്തുന്നത് വിഷ്ണുവിന് മനസ്സിലായി. അവൻ നെറ്റിയെന്ന് വിളിച്ചു. ശേഷം സംശയത്തോടെ അവന്റെ അരികിലേക്ക് ചെന്നു. ദത്ത, തോളിൽ കൈവച്ചുകൊണ്ട് വിഷ്ണു വിളിച്ചെന്ന് ദത്തൻ മുഖമേറ്റി അവനെ നോക്കി. അവന് നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവനെന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് വിഷ്ണു മനസ്സിലായി. എന്താടാ, എന്തുറ്റി എനിക്ക്? അവൻ ദത്തന്റെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ലടാ. അവനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് നീ ഒഴിയാൻ നോക്കണ്ട. നിന്റെ നിറഞ്ഞ കണ്ണുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാര്യമായിട്ട് നിനക്കൊന്ന് സംഭവിച്ചു. പറയണ, എന്താ പ്രശ്നം? തനുവിനെ ഉപദ്രവിച്ചുള്ള കുറ്റബോധമാണോ? വിഷ്ണു ചോദിച്ചു കേട്ട് ദത്തൻ അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. പിന്നെ കുറ്റബോധം, കോപ്പ. ആ നശൂലത്തിന്റെ കാര്യം നീ ഇവിടെ മിണ്ടിപ്പോരുത്. അവൾ ഒറ്റൊരുത്തിയാ എല്ലാത്തിനും കാരണം. അവളെ എന്നെന്റെ വീട്ടിൽ കാലെടുത്ത് കുത്തിയോ അന്നു മുതൽ അവിടെ കഷ്ടാരം തുടങ്ങി. അവൻ പല്ലടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞ ശേഷം ക്ലാസ് വാളിനരികിലേക്ക് പോയിന്നുകൊണ്ട് പുറത്ത് കാഴ്ചകളിലേക്ക് കണ്ണു നട്ടു. അതിനാ പാമ്പ് പിടിച്ച പെണ്ണ് എന്ത് ചെയ്തു? നീയല്ല പ്രതികാരം എന്ന് പറഞ്ഞുകൊണ്ട് അവളെയും കിട്ടി നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടിപ്പോ അവൾക്കായ കുറ്റം? അവൻ പറഞ്ഞ് ഇഷ്ടപ്പെടാതെ വിഷ്ണു ഈർഷ്യയോടെ ചോദിച്ചു. അതുകൊണ്ടായിരിക്കും ആ പാമ്പ് പിടിച്ച പെണ്ണ് മിനിറ്റിന് എനിക്ക് പണിയൊന്നുകൊണ്ടിരിക്കുന്നത്. അത് നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ? അവൻ പറഞ്ഞിട്ട് വിഷ്ണു മറ്റെങ്ങോ നോക്കിക്കൊണ്ട് പറഞ്ഞു. അല്ലെങ്കിലും എനിക്കറിയടാ നീയൊക്കെ അവളുടെ സൈഡാണെന്ന്. അവൻ പല്ലുകൾ കടിച്ചുകൊണ്ട് പറഞ്ഞ ശേഷം വീണ്ടും പുറത്തേക്ക് നോക്കി നിന്നു. അത് അവളുടെ നല്ല മനസ്സുണ്ട്. ഒരിളക്കുപ്പേരി പോലെ അവനും തിരികെ ദത്തനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. അതിന് മറുപടി പറയാതെ ദത്തൻ അവനൊന്ന് രൂക്ഷമായി നോക്കിയ ശേഷം തന്റെ ചെയറിൽ പോയിരുന്നു. അതൊക്കെ പോട്ടെ, നീ ഇപ്പൊ പ്രശ്നം എന്താണെന്ന് പറ. നീ എന്ത് ഇത്ര മൂഡൌട്ടായിട്ടിരിക്കുന്നത്? വിഷ്ണു അവന്റെ അരിയിലേക്ക് വന്നോട് ചോദിച്ചു. എനിക്കൊരു മൂഡൌട്ടും ഇല്ല. നീ നിന്റെ ജോലി നോക്കിപ്പോ വിഷ്ണു. കൊച്ചുകുട്ടികളെ പോലെ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് അവൻ പറയുന്ന കേട്ടതും സത്യത്തിൽ വിഷ്ണുവിന് ചിരി വന്നു. എന്നാൽ ഇപ്പോൾ ചിരിച്ചാൽ അവൻ തന്നെ എടുത്ത ഗ്ലാസ് വാളിൽ കൂടി പുറത്തേക്ക് എറിയുന്ന അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് ചിരി കടിച്ചു പിടിച്ച് നിന്നു. നീ ഇങ്ങനെ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കാതെ കാര്യം പറയണമില്ലേ? വിഷ്ണു ടെററായതും ദത്തൻ അവനെ നോക്കി. ശേഷം രാവിലെ മുതലുള്ള അപ്പച്ചിയുടെ അവഗണന അവൻ വിഷ്ണുവിനോട് പറഞ്ഞു. ഇന്നലെ വരെ എനിക്കൊരു മുള്ളുണ്ടാ പോലും അമ്മയേക്കാൾ കൂടുതൽ ടെൻഷൻ അപ്പച്ചിക്കാ. ആ അപ്പച്ചിയാ എന്റെ നെറ്റിൽ ഇത്രയും വലിയൊരു മുറിവ് കണ്ടിട്ട് അത് മൈൻഡ് പോലും ചെയ്യാതെ അവൾക്ക് ഭക്ഷണം വാരിക്കൊടുത്തോണ്ടിരിക്കുന്നത്. അത് പറയുമ്പോൾ അവന്റെ മുഖത്ത് തനുവിനോടുള്ള ഈർഷ്യ തെളിഞ്ഞു കാണാമായിരുന്നു. എനിക്കറിയാം അവളെ എന്തൊക്കെയോ അപ്പച്ചിയുടെ ചെവിയിൽ ഓതിക്കൊടുത്ത് അപ്പച്ചി എന്നിൽ നിന്ന് അകറ്റാൻ നോക്കുക. പഠിച്ച കളിയാ അവളെ ഞാൻ വെറുതെ വിടില്ല. അവൻ പല്ലിയരിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പൊ കിട്ടിയൊന്നും പോരായിട്ട് അവൻ ഇനിയും ചെന്ന് കയറാൻ പോകുന്നു. എന്റെ ദത്ത നീ ആദ്യം ഒന്ന് അടങ്ങ്. അവൻ ദത്തനെ സമാധാനിപ്പിക്കാനെന്നവണ്ണം പറഞ്ഞു. അതിന് മറുപടി എന്നവണ്ണം അവൻ ടേബിൾ ഡ്രോവറിൽ നിന്നൊരു സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് വെച്ച് കത്തിച്ചു. എന്റെ ദത്ത നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ ഓഫീസിനകത്ത് വെച്ച് ഇത് വലിക്കരുതെന്ന്. അവൻ സിഗരറ്റ് വലിക്കുന്നുണ്ട് വിഷ്ണു ദേഷ്യത്തോടെ പറഞ്ഞു. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ടെൻഷൻ വരുമ്പോൾ എനിക്കിത് കൂടിയേ തീരുമെന്ന്. അവനും തിരിച്ച് അതേപോലെ മറുപടി പറഞ്ഞു. ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. വിഷ്ണു അതും പറഞ്ഞുകൊണ്ട് ചെയറിലേക്ക് ചാരിയിരുന്നു. അല്ലടാ, നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോ തനുവിന് പനി പിടിച്ച അവൾ അപ്പച്ചിയുടെ കൂടെ മാറിക്കണതിന് ശേഷമാണ് നിന്നുള്ള പെരുമാറ്റത്തിൽ അവൾക്ക് മാറ്റം സംഭവിച്ചത്. അതുപോലെ അപ്പച്ചിയും അതിനുശേഷമാണ് മാറ്റങ്ങൾ സംഭവിച്ചത്. അങ്ങനെ നോക്കുമ്പോ തനുവിനെ അപ്പച്ചിയുടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവോ? വിഷ്ണു പറഞ്ഞു കേട്ടും ദത്തന്റെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി. പതിയെ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടന്നു. അതിന് സാധ്യയില്ലടാ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അപ്പച്ചി ഇങ്ങനെയായിരിക്കില്ല ബിഹേവ് ചെയ്യുന്നത്. എന്നെ പച്ചക്ക് കൊളുത്തിയനെ. അവനത് പറഞ്ഞ വിഷ്ണുവിന് അത് ശരിയാണെന്ന് തോന്നി. കാരണം ഒരു സ്ത്രീക്ക് നേരെയുള്ള ആക്രമണം അതിനെ അവരുടെ സ്വന്തം ഭർത്താവ് ചെയ്യുന്നതാണെങ്കിൽ പോലും അപ്പച്ചി അത് അംഗീകരിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ തനുവിനെ ദത്തനെ ഇത്രയും ഉപദ്രവിച്ചു എന്നറിഞ്ഞ അപ്പച്ചി ഇങ്ങനെ ആയിരിക്കില്ല പെരുമാറുന്നതെന്ന് അവനും തോന്നി. അപ്പൊ പിന്നെ എന്തായിരിക്കും കാരണം? വിഷ്ണു ആലോചനയോടെ അവനെ നോക്കി. ദത്തനൊന്നും മിണ്ടാതെ എന്തോ ആലോചനയിൽ മുഴുകിയിരിക്കുകയാണ്. എനിക്കതല്ല, ഈ 2 ദിവസം കൊണ്ടുണ്ടായ അവിടെ ആ ബോർഡിനെസ് അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ആദ്യത്തെ ദിവസങ്ങളിൽ ഞാൻ പറയുന്ന കേട്ട് എന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു നിലവിളിച്ച ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങി നിൽക്കുന്നവളാ ഒരു ചീറ്റപ്പുലി പോലെ എന്നെ നേരെ ചീറിക്കൊണ്ടുവന്നത്. അവൻ അത്ഭുതത്തോടെ പറഞ്ഞു. വിഷ്ണു അവനെ നോക്കിയാൻ ചിരിച്ചു. നീ മുല്ലപ്പൂമ്പടി ഏറ്റെടുക്കും കല്ലിനുമുണ്ടാകുന്ന സൗരഭ്യം എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഇപ്പൊ അവളുടെ കാര്യം. അവളിപ്പോ മനക്കൽ ദേവതത്തിന്റെ ഭാര്യയല്ലേ? അപ്പൊ നിന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ നിന്റെ സ്വഭാവത്തിന്റെ പകുതിയെങ്കിലും അവളിലും വന്നു ചെയ്യണ്ടേ? അത്രേ ഇവിടെയും സംഭവിച്ചുള്ളൂ. വിഷ്ണു ഒരു ചിരിയോടെ പറഞ്ഞിരുത്തിയതും ദത്തൻ അവനെ നോക്കി പല്ലടിച്ചു. അതിന് മറുപടിയായി വിഷ്ണു അവനെ നോക്കി നിളിച്ച് കാണിച്ചുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി തന്റെ ക്യാബിനിലേക്ക് നടന്നു. അവൻ പോയതും അസ്വസ്ഥമായ മനസ്സോടെ ദത്തനെ ഡ്രസ്സിലേക്ക് ചാരിയിരുന്നുകൊണ്ട് കണ്ണുകൾ മുറുക്കെ അടച്ചു. രാത്രി കുഞ്ഞുവിനോട് സംസാരിച്ചുകൊണ്ട് ബാൽക്കണിയിൽ സെറ്റ് ചെയ്തിരുന്ന കെയിൻസിംഗിലിരിക്കാൻ തനു. ചേച്ചി എപ്പോഴെന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്നേ? കൊഞ്ചലോടെയുള്ള അവളുടെ ചോദ്യം കേട്ടതും തനുവിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടന്നു. ചേച്ചി കൂടെ ഇന്ന് ലീവ് ഇട്ടില്ല മോളെ. ലീവ് ഇട്ടുമ്പോൾ ചേച്ചി എന്റെ പൊണ്ണിയെ കാണാൻ വരാം കേട്ടോ. അവൾ മറുപടി പറഞ്ഞു. അതിനൊന്ന് മൂളിക്കൊണ്ട് കുഞ്ഞ് പിന്നെ അവളോട് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. അതിനൊക്കെ ഒരു പുഞ്ചിരിയോടെ തനു മറുപടിയും പറയുന്നുണ്ട്. പെട്ടെന്നാണ് ഗേറ്റ് കടന്ന ഒരു കാർ അകത്തേക്ക് കയറി വരുന്ന അവൾ കണ്ടത്. ദത്തന്റെ കാറായിരുന്നു അത്. ആൾ ഒരു നിമിഷം അങ്ങോട്ട് തന്നെ നോക്കി നിന്നു. അപ്പോഴേക്കും ഡ്രൈവിംഗ് സീറ്റിലെ ഡോർ തുറന്നുകൊണ്ട് ദത്തൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു.
അവന്റെ ആടിയുള്ള നടത്തത്തിൽ നിന്ന് തന്നെ അവൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഒരു നിമിഷം അവിടെ നെഞ്ചിലൂടെ കൊള്ളിയാൻ മിന്നി. കഴിഞ്ഞ 2 തവണയും അവൻ തന്നെ ഉപദ്രവിക്കുമ്പോൾ ഇതുപോലെ അവൻ മദ്യപിച്ചിരുന്നു. ഇപ്പൊ വീണ്ടും ഇനിയും അതിന്റെ തനിയാവർത്തനം. ഇല്ല, തനിക്കൊരിക്കലും അത് സഹിക്കാൻ കഴിയില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അവളൊരു നിമിഷം മുഴറി. ചേച്ചി. പെട്ടെന്ന് ഫോണിലൂടെ വീണ്ടും കുഞ്ഞാവ് ശബ്ദം കേട്ടതും അവളൊന്ന് ഞെട്ടി. അപ്പോഴാണ് താൻ ഇത്രയും നേരം കുഞ്ഞുവിനോട് സംസാരിച്ചിരിക്കായിരുന്നില്ല എന്ന് അവൾ ഓർത്ത്. ആ കുഞ്ഞുമോളെ. അവൾ വീണ്ടും കുഞ്ഞുവിനോട് സംസാരിക്കാൻ തുടങ്ങി. ചേച്ചി എന്നൊന്നും മിണ്ടാ നിൽക്കുന്നേ, ഞാൻ ചോദിച്ചിട്ടില്ലേ? ആ ചേച്ചി വേറെന്തോ ആലോചിച്ചിട്ടുണ്ടെന്നാ മോളെന്താ ചോദിച്ചത്? ദത്ത മുന്നോട്ട് നടന്ന് സ്പെയർ കീ എടുത്ത് ഡോർ വർക്കുന്ന നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ ചേച്ചി ഇനി വരുമ്പോൾ എനിക്ക് കുറച്ച് കളർ പെൻസിൽ വാങ്ങിക്കൊണ്ട് വരുമോ? കുഞ്ഞു പറഞ്ഞു കേട്ട് തനുവിൻ്റെ ഉള്ളിൽ വാത്സല്യം നുരഞ്ഞു വന്നി. അതിനെന്താ, ചേച്ചി ഇനി വരുമ്പോൾ എൻ്റെ പൊന്നിന് കളർ പെൻസിലും ക്രയോൺസും എല്ലാം മേടിച്ചുകൊണ്ട് വരാലോ. ആൾ വാത്സല്യത്തോടെ തന്നെ മറുപടി പറഞ്ഞു. അപ്പോഴേക്കും ദത്തൻ അവിടെ റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയിരുന്നു. ആ മോളെ, അപ്പുറത്ത് ആരോ വിളിക്കുന്നു, ചേച്ചി നാളെ വിളിക്കാം. ശരി ചേച്ചി. അവൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്ന ശബ്ദം കേട്ടതും അവൾ കുഞ്ഞിനോട് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. അകത്തേക്ക് ലോക്ക് ചെയ്ത ശേഷം ചുറ്റിനും നോക്കി. എവിടെ പോയി അവൾ? തനുശ്രീ, എടി തനുശ്രീ. അവൻ അവിടെ നിന്നുകൊണ്ട് അവളെ അലറി വിളിച്ചു. ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അവൻ അലച്ചു കേട്ടെങ്കിലും അവൾ അതിന് പ്രതികരിക്കാതെ അവിടെ തന്നെ നിന്നതേ ഉള്ളൂ. അവൻ അതിനകത്ത് മുഴുവൻ തനുവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാൽക്കണി ഡോർ തുറന്നെടുക്കുന്ന അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഓ, അപ്പൊ എന്നെ പേടിച്ച് പൊന്നുമോള് ബാൽക്കണി പോയി അടയിരിക്കുവല്ലേ? ഇന്ന് ഞാൻ നിന്നെ ശരിയായി തരാടി യക്ഷി. നീ എന്റെ അപ്പച്ചി എന്നിൽ നിന്ന് ആറ്റുമല്ലേ? കാണിച്ചരാടി പൂലേ. ഈ ദത്തൻ ആരാണെന്ന് നീ അറിയുന്നത്? വായിൽ വന്ന് എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് നടക്കുമ്പോൾ അവന്റെ ചുണ്ടിൽ കുടിലമായൊരു ചിരി വിടർന്നു. ഇതേ സമയം ദത്തനെ ഇന്ന് എങ്ങനെ നേരിടുമെന്ന ഗഗനമായ ചിന്തയിലായിരുന്നു തനു. എന്തു വന്നാലും അവന്റെ മുമ്പിൽ തോറ്റൊടുക്കില്ലെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. മനസ്സിലെന്തോ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് അവൾ ഒരു ദീർഘശ്വാസം എടുത്തു. ശേഷം മുറിയിലേക്ക് കയറാനായി തിരിഞ്ഞതും വാതിലിന്റെ ഇരു സൈഡിലും കൈകൾ താങ്ങി തന്നെ തുറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ദത്തനെ കണ്ടവളൊന്ന് പതറി. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൾ വേഗം അവനെ കിടന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങി. നിക്ക് നിക്ക് നിക്ക്. അവൾ അകത്തേക്ക് കയറാൻ തുടങ്ങിയതും അവൻ വഴി തടഞ്ഞുകൊണ്ട് പറഞ്ഞു. തമ്പൂരാണ്ട് എങ്ങോട്ടാ ഇത്ര ധൃതി പിടിച്ച് കയറി പോകുന്നു? ആടോ നിക്ക്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്ക് തന്നോടൊന്നും സംസാരിക്കാനില്ല, താൻ വഴിന്ന് മാറുന്നുണ്ടോ? അവൻ പറഞ്ഞിട്ടവൾ ദേഷ്യത്തോടെ മറുപടി പറഞ്ഞു. ഇല്ലെങ്കിലോ, എനിക്ക് പറയാനുള്ള മുഴുവൻ കേട്ടിട്ട് നീ നിന്നോ പോയാ മതി. എടോടി പന്ന കഴിവുടെ മോളെ. അവൻ തന്നെ ചീത്ത വിളിച്ചു കേട്ടതും അവളുടെ ഭാവം മാറി. ആവശ്യമില്ലാതെ ചീത്ത വിളിച്ചാലുണ്ടല്ലോ. വിളിച്ചാ നീ എന്ത് ചെയ്യടി? എന്ത് ചെയ്യുന്നു? അവന്റെ ശബ്ദമല്ല ഉയർന്നു. അവൾ പിന്നിലേക്ക് തിരിഞ്ഞ് ചുറ്റിനും നോക്കി. ബാൽക്കണിയാണ്. വീട് റോഡും തമ്മിൽ ഒത്തിരി ദൂരമുണ്ടെങ്കിലും ചുറ്റിനും വെളിച്ചമിട്ടിരുന്നുകൊണ്ട് തന്നെ റോഡിലൂടെ പോകുന്നവർക്കൂടെ നടക്കുന്നത് കാണാൻ സാധിക്കും. ആളൊന്ന് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് അവന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവനെ പിന്നിലേക്ക് തള്ളി. പ്രതീക്ഷിക്കാതുള്ള സംഭവമായതുകൊണ്ടും ഓവറായി മദ്യപിച്ചിരുന്നുകൊണ്ടും അവളുടെ ആ ചെറുതള്ളിൽ തന്നെ അവൻ പിന്നിലേക്ക് മലർന്നു വീണു. നടുപിടിച്ച് വീണ വേദന ഞെരങ്ങിക്കൊണ്ട് അവൻ അവിടെ നേരെ അലറി. അപ്പോഴേക്കാൾ ആ തീരുവാതിൽ ഓക്കിയിരുന്നു. അതെ, സംസാരമായാലും പ്രവൃത്തിയായാലും അതൊക്കെ ഈ 4 ചുമരുകൾക്കുള്ളിൽ മതി, അല്ലാതെ പുറത്തിറങ്ങിന്ന് അതിലനി നാട്ടുകാരെ കൂടി കാണിക്കണ്ട. അവൾ അവന്റെ മുമ്പിലേക്ക് വന്നൊരൽപ്പം കുനിഞ്ഞുകൊണ്ട് പറഞ്ഞു. അവനവളെ കൂർപ്പിച്ചുകൊണ്ട് നിലത്ത് ചാടി എഴുന്നേറ്റു. എന്റെ വീട്, എന്റെ സ്ഥലം, എനിക്ക് തോന്നുന്ന പോലെ ഞാൻ സംസാരിക്കും. നീ ആരാടിയോ ചോദിക്കാൻ? അവൻ അവിടെ നേരെ കയർത്തു. മദ്യപിച്ചിരുന്നുകൊണ്ട് തന്നെ നാവ് കുഴഞ്ഞാണ് അവൻ സംസാരിച്ച്. നിങ്ങൾ സംസാരിക്കുക, ഓടുകയോ ചാടിയോ, വേണമെങ്കിൽ ആ റോഡിന്റെ നടക്കുകയായിരുന്നു തുള്ളു, അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്തോ, അല്ലെങ്കിൽ നാണോമാനില്ലാത്തോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവസാനത്തെ സെന്റൻസ് അവളൊരൽപ്പം ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞു. എങ്കിലും അവനത് വ്യക്തമായി കേട്ടിരുന്നു. ആർക്കാണ് നാണോമാനം ഇല്ലാത്തത്? നീ അലടി പുല്ലെന്റെ കയ്യിൽ കാശു വാങ്ങിച്ചിട്ട് എനിക്ക് കയറുന്ന കുരക്കുന്നു. അവൻ അവിടെ നേരെ ചീറിക്കൊണ്ട് ചെന്നു. ഒരു നിമിഷം അവന്റെ ആ വാക്കുകളിൽ അവളൊന്ന് പതറിപ്പോയി. അവൻ പറഞ്ഞ ശരിയാണ്. അവന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടാണ് താനിപ്പോൾ അവനെതിരെ നിന്ന് സംസാരിക്കുന്നത്. പക്ഷെ അതിന്റെ പേരിൽ ഇനി ഒരിക്കൽ കൂടി അവന്റെ ഉപദ്രവം താങ്ങാനുള്ള ശക്തി തന്റെ മനസ്സിനോ ശരീരത്തിനോ ഇല്ലെന്നോർത്തും ആൾ അവനെ തറപ്പിച്ച് നോക്കി. എന്താണ് ഈ ഉണ്ടങ്ങണി എന്നെങ്ങനെ തുറിച്ചു നോക്കുന്നത്? എന്നെ നോക്കി പേടിപ്പിക്കാന്ന് കരുതിയാണോ? അതേടോ, തന്നെ ഒന്ന് നോക്കി പേടിപ്പിക്കാന്ന് കരുതിനെ ഞാൻ നോക്കിയത്. ഒന്ന് പതിരിയെങ്കിലും ഏതോ ഒരു ഓർമ്മയിൽ അവളും വിട്ടുകൊടുക്കാതെ തന്നെ മറുപടി പറഞ്ഞു. പിന്നെ നീ നോക്കിയാൽ അങ്ങ് പേടിക്കാൻ പോലെ ഞാൻ. അതിനൊന്നും നീ വളർന്നിട്ടില്ലടി. ഈ മനക്കൽ ദേവത്തിനെ പേടിപ്പിക്കാൻ പൊന്നുമോള് ഇനി രണ്ടാമതൊന്നുകൂടി ജനിക്കേണ്ടി വരും. അവൻ അവൾ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. 2ാമത് ജനിക്കണോ 3ാമത് ജനിക്കണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം, താൻ പോടൂ. അവളും ദേഷ്യത്തോടെ അവൻ നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു. എടി പുന്നാരം മോളെ,
മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ നിന്റെ ചെവിക്കല്ലിൽ അടിച്ച് ഞാൻ തിരിക്കും, പറഞ്ഞേക്കാം. അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ടാവും പറഞ്ഞതും അവൾ അവനെ തട്ടിമാറ്റി. തന്നെ പോലെയുള്ള അന്തസ്സില്ലാത്തമാരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതിന് എന്റെ മാന്യത, അവൾ പുച്ഛത്തോടെ പറഞ്ഞു. അവൻ അവൾ നോക്കി പുച്ഛിച്ചു. ഓ, നിന്റെ മാന്യതയെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞേച്ചാലും മതി. എടി, നീ എന്ത് പറഞ്ഞിട്ടാടി എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയത്? എണ്ണിച്ചുട്ടപ്പം പോലെ എന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ എണ്ണി വാങ്ങിയപ്പോ പൊന്നുമോൾ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തെന്ന് മറന്നുപോയോ? ആ എഗ്രിമെന്റ് പ്രകാരം നീ എന്റെ കുഞ്ഞിനെ പ്രസവിച്ച് എന്റെ കയ്യിലേക്ക് തരണം. എന്നിട്ട് എവിടെയാണ് എന്റെ കുഞ്ഞ്? അവൻ അവളുടെ നേരെ അലറിക്കൊണ്ട് ചോദിച്ചു. അവളൊരു നിമിഷം നിശബ്ദയായി. എടി, അന്തസ്സുണ്ടെങ്കിൽ ഒന്നുകിൽ ഏറ്റെടുത്ത ജോലി ചെയ്തു തീർക്കണം, അല്ലെങ്കിൽ വാങ്ങിച്ച കാശ് തിരികെ തരണം. ഇത് രണ്ടും ചെയ്യാതെ നാണാവുന്ന നിനക്ക് എന്റെ മുമ്പിൽ നിന്നിങ്ങനെ പ്രസംഗിക്കാൻ. മദ്യത്തിന്റെ ലൈരിൽ അവൻ ഓരോന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവൾക്ക് കേൾക്കുന്തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാനും തുടങ്ങി. മതി, നിർത്ത്. അവൻ വീണ്ടും എന്തൊക്കെയോ പറയാൻ തുടങ്ങിയതും അവളുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു. തുടരും.